നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണിത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേട്ടൊരാൾ. ചരിത്ര പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലാണ് നിർമ്മിച്ചത്. ക്രിസ്ത്യൻ, ഇസ്ലാമിക്, കേരളീയ വാസ്തുശൈലികളുടെ അതുല്യമായ സംയോജനമാണ് ഇതിന്റെ പ്രത്യേകത. 14 വർഷമെടുത്താണ് നിർമ്മാണം മുഴുവനായും തീർത്തത്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് നിർമ്മാണത്തിന്റെ അടിസ്ഥാനം. ഇൻഡോ സാക്സനിക് വാസ്തുവിദ്യാ ശൈലിയാണ് ഈ ആരാധനാലയത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് ബൈസന്റൈൻ സ്വാധീനവും നിർമ്മാണത്തിലുണ്ട്. താഴികക്കുടത്തിന്റെ പുറം ഭാഗത്തെ റിബ്ഡ് ഡിസൈനും അകത്തളത്തിലെ കൂർത്ത കമാനങ്ങളും മുഗൾ ബൈസന്റൈൻ ശൈലിയെ ഓർമ്മപ്പെടുത്തും. ഇവയെല്ലാം ചന്ദനപ്പള്ളി വലിയ പള്ളിയെ ആത്മീയ കേന്ദ്രമെന്നതിലുപരി വാസ്തുവിദ്യയുടെ നാഴികക്കല്ലാക്കി മാറ്റുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടിയ പ്രശസ്തമായ ചെമ്പെടുപ്പ് ഇവിടെയാണ് ആരംഭിച്ചത്. രണ്ട് നൂറ്റാണ്ടു മുൻപ് പഴയ പള്ളി പണിതപ്പോൾ തദ്ദേശീയരായ ഹിന്ദുക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അരി കൊണ്ടുവന്ന് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം നൽകിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചടങ്ങ് നടത്തിപ്പോരുന്നത്. ഇപ്പോഴും ചടങ്ങിന്റെ ഭാഗമായി ആദ്യം അരിയിടുന്നത് പ്രദേശത്തെ ഹൈന്ദവ കുടുംബമായിരിക്കും. പള്ളിയിലെ പ്രധാന ആകർഷണം കൽക്കുരിശാണ്. വിശുദ്ധരുടെയും മാലാഖമാരുടെയും കൊത്തുപടികൾ ഉള്ളതാണ് ഈ കൽക്കുരിശ്. ഒറ്റ കല്ലിൽ നിന്നാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത്. ആലപ്പുഴ ചെങ്കോട്ട വാണിജ്യപാതയിലെ പ്രധാന ഇടത്താവളവുമായിരുന്നു ചന്ദനപ്പള്ളി. ശക്തിഭദ്ര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ ഭരണസീമയിൽ ഉൾപ്പെട്ട പ്രദേശം കൂടിയായിരുന്നു ഇത്. അക്കാലത്ത് ഇതുവഴിയുള്ള യാത്രാമധ്യേ കുതിരകൾക്ക് വെള്ളം കൊടുക്കാനായി ഉപയോഗിച്ചിരുന്ന കൽത്തൊട്ടി ഇപ്പോഴും കൽക്കുരിശിനു സമീപം പരിചരിച്ചു പോരുന്നു. റോമൻ താഴികക്കുടത്തിന്റെ ഗാംഭീര്യവും ഇസ്ലാമിക കമാനങ്ങളുടെ വശ്യതയും കേരള തച്ചുശാസ്ത്രത്തിന്റെ ആത്മാവും ഒരേ കല്ലിൽ കൊരുത്തെടുത്തപ്പെട്ടതാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.